equations are consistent or therefore നമുക്ക് ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫ് ഹായ്, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. Which of the following pairs of linear equations are consistent or inconsistent? If consistent, obtain the solution graphically. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x plus y equal to 5, 2x plus 2y equal to 10. നമുക്ക് ചെയ്ത് നോക്കാം. x plus y equal to 5. Second equation 2x plus 2y equal to 10. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് രണ്ടും ഒരു ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2x plus 2y ഈക്വൽ ടു 10 എന്ന് കിട്ടും. എങ്കിലും നമുക്ക് a1/a2 അങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ a1/a2 ഈക്വൽ ടു a1 ഫസ്റ്റ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. 1 ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷനിൽ 2. a1/a2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇനി അടുത്തത് b1/b2 ഈക്വൽ ടു വൈഡ് കോയിഫിഷ്യൻ്റ് 1 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ 2 ആണ്. 1/2 കോമ c1/c2 ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു അതും 1/2. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 എന്ന് കിട്ടുന്നു. a1/a2 equal to b1/b2 equal to c1/c2 ആണ്. Therefore, these linear equations are coincident pair of lines and thus have infinite numbers of possible solutions. അതുകൊണ്ട് തന്നെ pair of linear equations is consistent. അപ്പോൾ ഇത് a1/a2 equal to b1/b2 equal to c1/c2 ആയതുകൊണ്ട് കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻസ് ആയിരിക്കും കിട്ടുക, അതായത് ഒരേ ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ടേബിൾ വരച്ച് എക്സിനും വൈക്കും വാല്യൂ കൊടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് വൈ അതുപോലെ എക്സ് വൈ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ടേബിൾ വരച്ച് വെച്ചു. ഇനി നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്. അതായത് നമുക്ക് എക്സ് ഈക്വൽ ടു എടുക്കാം. വൈ ഈക്വൽ ടു എടുത്താലും കുഴപ്പമൊന്നുമില്ല. എക്സ് ഈക്വൽ ടു നമുക്ക് 5 - y എന്ന ഇക്വേഷൻ കിട്ടും. ഇനി എക്സ് നമുക്ക് വൈക്ക് ഓരോ വാല്യൂ കൊടുത്തിട്ട് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. വെൻ വൈ ഈക്വൽ ടു നമുക്ക് ആദ്യം വൈക്ക് 1 എന്നൊരു വാല്യൂ കൊടുക്കാം. വൈ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 5 - y ആണ്. അപ്പോൾ 5 - 1 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി വെൻ y ഈസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 - 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി അടുത്തത് വെൻ y ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 5 - 3 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമുക്കത് ടേബിളിൽ എഴുതാം. അത് നമ്മൾ എക്സിന് വൈക്ക് കൊടുത്ത വാല്യൂ 1 2 3 ആണ്. അപ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂ 4 3 2. അപ്പോൾ 4 1 3 2 2 3 എന്നിങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. ഇതേപോലെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ 2x plus 2y equal to 10. ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് ഈ സെക്കൻഡ് ഇക്വേഷൻ. ഒരേ വാല്യൂ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2x ഈക്വൽ ടു 10 - 2y എന്ന് കിട്ടുന്നു. അപ്പോൾ x ഈക്വൽ ടു 10 - 2y ഡിവൈഡ് ബൈ 2. നമുക്കിവിടെ അതേ വാല്യൂ തന്നെ കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ വെൻ y ഈസ് ഈക്വൽ ടു 1 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 10 - 2y എന്നുള്ളത് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 10 - 2 8 ഡിവൈഡ് ബൈ 8/2 ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നു. അതുപോലെ
വെൻ y ഈസ് ഈക്വൽ ടു 2 കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 10 മൈനസ് 2 ഇൻറ്റു 2 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടുന്നു. അതുപോലെ വെൻ y ഈസ് ഈക്വൽ ടു നമ്മൾ 3 കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു 10 മൈനസ് 3 ഇൻറ്റു 2 6 ഡിവൈഡ് ബൈ 2 ഇറ്റ്സ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. നമുക്ക് വാല്യൂ ടേബിൾ എഴുതാം. ഇവിടെയും കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂ 4 3 2 എന്ന് തന്നെയാണ്. 4 3 2 ബാക്കി നമ്മൾ കൊടുത്ത പഴയ വാല്യൂ തന്നെ 1 2 3. അപ്പോൾ നമുക്ക് ടേബിളിൽ സെയിം വാല്യൂസ് ആണ് കിട്ടിയത്. അതായത് ഒരു ലൈൻ തന്നെ ആയിരിക്കും ഇത്. കോയിൻസൈഡ് ചെയ്യുന്ന ലൈനാണ്, അപ്പോൾ ഒരു ലൈൻ തന്നെ ആയിരിക്കും നമുക്കറിയാം. നമുക്ക് ഗ്രാഫും വരച്ച് നോക്കാം. ഇവിടെ നമുക്ക് ഗ്രാഫിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ആദ്യത്തേത് 4 1, എക്സ് ആക്സിൽ 4 വൈ ആക്സിൽ 1, 4 1 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി 3 2, എക്സ് ആക്സിൽ 3 വൈ ആക്സിൽ 2, ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി 2 3, എക്സ് ആക്സിൽ 2 വൈ ആക്സിൽ 3, ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് ഇതേ പോയിന്റ് തന്നെ കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഒരു ലൈൻ തന്നെയാണ് കിട്ടുക. 2 ലൈൻ വരച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ല. 2 ഇക്വേഷനും കോമൺ ആയിട്ട് ഒരു ലൈൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫിലെ പോയിന്റ്സ് 4 1 3 2 2 3. എ എന്ന പോയിന്റ് 4 1 ആണ്, ബി 3 2, സി 2 3. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ വെച്ച് വരച്ചാലും ഇതേ ഗ്രാഫ് തന്നെ കിട്ടും. അപ്പോൾ ഈ ഗ്രാഫിലെ സ്ട്രെയിറ്റ് ലൈൻസ് 2 ലൈൻ വേണം, പക്ഷേ അത് കോയിൻസൈഡ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഒറ്റ ലൈനാണ് കിട്ടുക. അതുപോലെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഇവിടെ കിട്ടും. അതായത് ഈ ലൈനിൽ വരുന്ന എല്ലാ പോയിന്റും ഇതിലെ സൊല്യൂഷൻസ് ആയിരിക്കും. നമുക്ക് 5 0 എന്നതിലെ സൊല്യൂഷൻ തന്നെ ആയിരിക്കും. അതുപോലെ 1 4 ആയിരിക്കും, 0 5, അതുപോലെ -1 6, താഴെ നോക്കുവാണെങ്കിൽ 6 -1 7 -2, ഇതെല്ലാം ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. ദീസ് ലൈൻസ് ആർ ഓവർലാപ്പിംഗ് ഈച്ച് അതർ, therefore infinite solutions are possible. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ x മൈനസ് y ഈക്വൽ ടു 8, 3x മൈനസ് 3y ഈക്വൽ ടു 16. നമുക്കിത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ x മൈനസ് y ഈക്വൽ ടു 8. സെക്കൻഡ് ഇക്വേഷൻ 3x മൈനസ് 3y ഈക്വൽ ടു 16. 3x മൈനസ് 3y ഈക്വൽ ടു 16. ഇവിടെ നമുക്ക് a1/a2 ചെയ്ത് നോക്കാം. a1/a2 ഈക്വൽ ടു എക്സിന് 1 ആണ്. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 1/3 കോമ. ഇനി നമുക്ക് b1/b2 ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ, ഇവിടെ -3 ആണ്, -3 ഈക്വൽ ടു 1/3. അതുപോലെ c1/c2 ഈക്വൽ ടു 8/16 ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ ഇവിടെ a1/a2 ഈക്വൽ ടു b1/b2 ആണ്. പക്ഷേ c1/c2 നമുക്ക് 1/2 ആണ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു c1/c2. These linear equations are parallel to each other, have no possible solutions. Hence the pair of linear equations is inconsistent. ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ ഇല്ല. അതായത് ലൈൻസ് പാരലാണ്, ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ പാരലൽ ആയതുകൊണ്ട് തന്നെ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് എടുത്ത് നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ ഇല്ല. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ 2 സബ് ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്, 3 4 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.